ഹലോ നമസ്കാരം. മൈൻഡ് സൂമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ വിജയിക്കണം, ജീവിതത്തിൽ എങ്ങനെയാണ് ഞാനൊന്ന് രക്ഷപ്പെടുക, എനിക്ക് എൻ്റെ പഴയ എന്നെ തിരിച്ചു കിട്ടണം, എനിക്ക് എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ പ്രൗഡ് ആവണം, എനിക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണം, ഞാൻ ലൈഫിൽ സെറ്റ് ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഞാൻ എവിടെ എത്തുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു സ്ട്രാറ്റജിയാണ് പറയുന്നത്, എ ഗ്രേറ്റ്ഫുൾ സ്ട്രാറ്റജി ഫ്രം ഫെയിലിയർ ടു സക്സസ് എന്ന് പറയുന്നത്. 10 പോയിന്റ്സ് ആണ് അതിലുള്ളത്. അതിൽ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ യുവർ എക്സാക്ട് പ്രോബ്ലം. നിങ്ങളുടെ ശരിയായ പ്രശ്നം എന്താണ്, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്ത് ചിന്തിച്ചിട്ടാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം സ്പോയിലാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. അതെങ്ങനെയൊക്കെയാണ് സ്പോയിലാവുക? ചിലർ ലവ് അഫെയറിൽ കുടുങ്ങിയിട്ടുണ്ടായിരിക്കും, ചിലവർ ഗെയിം കളിച്ചിട്ടുണ്ടായിരിക്കും, ചിലവർ ഫാമിലി ഇഷ്യൂ, ഹസ്ബൻഡ് വൈഫ് ഇഷ്യൂ, അത് ഡിപ്രഷൻ അടിച്ചിട്ടിരിക്കുന്നവരുണ്ടായിരിക്കും. ചിലവർ യൂട്യൂബിൽ വെറുതെ സമയം കളയും, സ്ക്രോൾ ചെയ്ത് ലേസി ആയിട്ട് ഇരുന്നിട്ട് അങ്ങനെ സമയം കളയുന്നവരുണ്ടാവും. വീട്ടിലൊരു പണിയും ചെയ്യില്ല, യൂട്യൂബിലേ ഇരുന്ന് സമയം കളയും. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതൊക്കെ മിസ്യൂസ് ചെയ്തിട്ട് സമയം കളയുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ടൈം എവിടെയൊക്കെയാണ് സ്പോയിൽ ചെയ്യുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് ഉറപ്പായിട്ട് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ മൂവീസ് കണ്ടിട്ട് സമയം കളയുന്നുണ്ട്, പുതിയ പുതിയ മൂവീസ്. ഫ്രണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട്സ് വിളിക്കുക, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, ട്രിപ്പ് പോവുക, അങ്ങനെ സമയം കളയുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം. അത് കണ്ടെത്തിയിട്ട് എന്തിനാണോ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം സ്പോയിൽ ചെയ്യുന്നത്, ആ സമയം സ്പോയിൽ ചെയ്യുന്ന കാര്യം നിങ്ങൾ കുറച്ച് കൊണ്ടുവരിക. ഒറ്റയടിക്ക് നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, നിർത്താൻ പറ്റില്ല. അതുപോലെ ലവ് അഫെയർസ് ആയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, 10ാം ക്ലാസ് നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്, +2 നമ്മുടെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്. നമ്മൾ ലൈഫിൽ എന്താവണം എന്ന് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മൾ രാത്രി 10 മണി മുതൽ 2 മണി വരെയൊക്കെ ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചില കുട്ടികളൊക്കെ. ആ സമയം നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ +2 1200 മാർക്ക് വാങ്ങിയേക്കാം, നാളത്തെ ഒരു കളക്ടറായി മാറിയേക്കാം, ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് സമൂഹത്തിൽ നിങ്ങൾക്ക് കിടക്കുന്നത് അല്ലേ. സമൂഹത്തിൽ ഒരു വാല്യൂ ഉള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് കിടക്കുന്നത്. ആ സമയം നിങ്ങൾ വെറുതെ ഫോൺ വിളിച്ച് ലവ് ചെയ്ത് നിങ്ങളുടെ സമയം സ്പോയിൽ ചെയ്യാതിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. എങ്ങനെ തയ്യാറെടുക്കും? നിങ്ങൾ അഫർമേഷൻ കൊടുക്കുക. ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ടു മൈ ബ്യൂട്ടിഫുൾ ഡേ, ഐ എം എ ന്യൂ പേഴ്സൺ, ഐ എം വെരി ഹാപ്പി, ഐ എം വെരി എനർജറ്റിക്, ഐ എം എ സക്സസ്ഫുൾ പേഴ്സൺ. അങ്ങനെ നിങ്ങൾ അഫർമേഷൻസ് കൊടുക്കുക. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഡെയിലി എഴുതുക. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ഡിസിപ്ലിൻ ഇൻ യുവർ ലൈഫ്. അടുക്കും ചിട്ടയുള്ള ഒരു ജീവിത രീതിയുള്ള ഒരാളെ ലൈഫിൽ സക്സസ് ആവുള്ളൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ സക്സസ് ആയിട്ടുള്ള പല വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ ആക്ടർ പൃഥ്വിരാജൊക്കെ അങ്ങനെയാണ്. അയാൾക്ക് വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ള ജീവിത രീതിയാണ്. അതുകൊണ്ടാണ് അയാൾ ലൈഫിൽ സക്സസ് ആയത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിസിപ്ലിൻ, എന്താണ് ഡിസിപ്ലിൻ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ കുളിക്കുന്നു, ഇതൊക്കെ നമ്മളൊരു ക്ലാരിറ്റി വരുത്തണം. നമ്മൾ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, എത്ര മണിക്ക് കുളിക്കുന്നു, എത്ര മണിക്ക് പ്രെയർ ചെയ്യുന്നു. അപ്പോൾ ഇത് ക്ലാരിറ്റിയോട് കൂടി ജീവിച്ചാൽ മാത്രമേ നമ്മൾ ലൈഫിൽ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ ആ ക്ലാരിറ്റി നമ്മൾ വരുത്തുക, ഡിസിപ്ലിൻ നമ്മൾ കൊണ്ടുവരിക. നമ്മൾ അതിനെന്ത് ചെയ്യണം? നമ്മളൊരു 2 ഡേ പ്ലാൻ എഴുതുക. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, അത് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്ത് എൻ്റെ എല്ലാ പ്രഭാത കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ കുളിച്ച് നമസ്കരിച്ച് എക്സസൈസ് ചെയ്യുന്നു, ഞാൻ ഭക്ഷണം ഇത്ര സമയം കഴിക്കുന്നു, ഞാൻ കുളിക്കാൻ ഒരു 5 മിനിറ്റ് എടുക്കുന്നു, അതിന് ഞാൻ എൻ്റെ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോകുന്നു. അതൊക്കെ ഒരു 2 ഡേ ലിസ്റ്റ് എഴുതുക. എന്നിട്ട് നിങ്ങൾ കിടക്കാൻ നേരം ആ ലിസ്റ്റൊക്കെ ഇങ്ങനെ ടിക്ക് ചെയ്തിട്ട് കിടക്കാൻ നേരം പോവുക. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും സക്സസ് ആവുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇനി 3ാമത്തെ പോയിന്റ്, ക്രിയേറ്റ് വിഷൻ ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്ക് ലൈഫിൽ ഒരു പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ലൈഫിൽ എവിടെ എത്തില്ല അല്ലേ. അപ്പം നമ്മുടെ ലൈഫിൽ എന്ത് വേണം? നമുക്ക് ലക്ഷ്യം വേണം. നിങ്ങൾ ജീവിതത്തിൽ എവിടെ എത്തും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു വിഷൻ ഉണ്ടായിരിക്കണം, ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കണം. ഐ എം ബിക്കം എ ഡോക്ടർ, ഐ എം ബിക്കം എ എഞ്ചിനീയർ, ഐ എം ബിക്കം എ കളക്ടർ, ഐ എം ബിക്കം എ ആക്ട്രസ്. അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യം ഉണ്ടെങ്കിലേ നിങ്ങൾ ലൈഫിൽ എത്തുള്ളൂ. അതിനെന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഞാനൊരു PSC റാങ്ക് ഹോൾഡർ ആവണമെന്ന് എനിക്ക് ലക്ഷ്യം ഉണ്ടെങ്കിൽ ഞാനത്
എൻ്റെ വീട്ടിൽ എൻ്റെ ചുമരിൽ ഞാൻ എഴുതി ഒട്ടിക്കണം, ഐ ആം ബിക്കം APSC ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന് ഞാൻ എഴുതി ഒട്ടിച്ചിട്ട് അതിനു വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ഞാൻ കാറിൻ്റെ ബാക്ക് സീറ്റിലും അതിൻ്റെ ആഗ്രഹം ഞാൻ മുൻ സീറ്റിലും വെച്ച് ഞാൻ എവിടെയെങ്കിലും എത്തുമോ? ഒരിക്കലും ഞാൻ എത്തില്ല. അപ്പം നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, വിഷൻ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ പൈസ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. ഒരു വലിയ വീട്, വലിയ കാറ്, പിന്നെ നിങ്ങൾ ഒരുപാട് അമേരിക്ക, അതുപോലെ തായ്ലൻഡ്, അങ്ങനെ ഒരുപാട് യാത്രകൾ സഞ്ചരിച്ചത്, പിന്നെ നിങ്ങൾ ഒരുപാട് വലിയ പൊസിഷനിലെത്തിയതൊക്കെ നിങ്ങൾ ഒരു വിഷൻ ബോർഡ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് നിങ്ങളത് കണ്ടെഴുന്നേൽക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരും. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വിഷ്വലൈസേഷനും ചെയ്യുക. കാരണം നിങ്ങളത് ആയി എന്ന് നിങ്ങൾ ഒരു വിഷ്വലൈസേഷൻ നിങ്ങളുടെ മനസ്സിന് കൊടുക്കുക. ഇനി 4th പോയിന്റ് എന്താണ്? അവോയ്ഡ് കമ്പാരിസൺ. അതായത് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യണത് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ ഡോക്ടറോ എൻജിനീയറോ ടീച്ചറോ ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്കുള്ള കാപ്പബിലിറ്റി അല്ല നിങ്ങൾക്ക് ഇത്തിരി എഡ്യൂക്കേഷൻ കുറവാണെന്ന് വിചാരിച്ചു. ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ 10ാം ക്ലാസ്സിൽ മാരേജ് ചെയ്തയച്ചു, നിങ്ങൾക്ക് പഠിക്കാൻ നല്ല കഴിവുണ്ട്, പക്ഷെ നിങ്ങൾക്കത് സാധിച്ചില്ല. കുക്കിങ്ങിൽ നിങ്ങൾക്ക് നല്ല എബിലിറ്റി ഉണ്ട്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നല്ലൊരു ബേക്കറായിട്ട് മാറാം. കേക്ക് ബേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബേക്കർ ആയിക്കൂടെ? നിങ്ങൾക്ക് പണ്ട് മുതലേ മെഹന്തി ഇടാൻ അറിയാം, നിങ്ങൾക്കൊരു മെഹന്തി ആർട്ടിസ്റ്റ് ആയിക്കൂടെ? നിങ്ങൾക്ക് ബ്യൂട്ടീഷ്യനിൽ നല്ല കഴിവുണ്ട്, നിങ്ങൾക്ക് ബ്യൂട്ടീഷ്യൻ ആയിക്കൂടെ? ഇതൊക്കെ ഇന്ന് സാധ്യതകൾ ഏറിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ മറ്റുള്ളവരെന്തായി എന്ന് പറഞ്ഞിട്ട് അവള് ഡോക്ടറായി, ഞാൻ എന്തായാലും അതുപോലെ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കഴിവ് എന്താണോ, നമ്മുടെ ദൈവം നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള കഴിവ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന, മാറ്റി നിർത്തുന്ന ഒരു വിഭാഗമുണ്ട്, ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികളെ. ആ ഡിസബിലിറ്റി ആയിട്ടുള്ള പല കുട്ടികൾക്കും നമുക്കില്ലാത്ത കഴിവുകൾ ഇന്ന് ലോകത്തുണ്ട്. നമുക്കറിയാം, ഷിഹാബ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആൾ, അയാൾക്ക് കയ്യും കാലും ഇല്ല, അയാൾ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്, അയാൾ എത്രയോ ക്വാളിഫൈഡ് ആണ് അയാൾ, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ വ്യക്തിയാണ് അയാൾ, അല്ലേ? അതുപോലെ തന്നെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള എത്രയോ വ്യക്തികൾ ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പാട്ട് പാടിയിട്ടും, കാല് വയ്യാത്തവർ കാലുകൊണ്ട് ചിത്രം വരച്ചിട്ടും, അങ്ങനെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അപ്പോൾ നമ്മുടെ കഴിവ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തുക, അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. നെക്സ്റ്റ് 5th ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആക്ഷൻ, ടേക്ക് ആക്ഷൻ. ഞാൻ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞിട്ട് ടിവിയുടെ മുന്നിൽ ഇരുന്നാൽ നിങ്ങൾ ഡോക്ടർ ആവും. ഞാൻ ടീച്ചർ ആവണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് അലസമായി ഇരുന്ന് നിങ്ങൾ ടീച്ചർ ആവില്ല. നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, പ്രയത്നിക്കണം. ഹാർഡ് വർക്ക് ചെയ്ത് ഏതൊരാളെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക. ഗോളിനെ ബ്രേക്ക് ഡൗൺ ആക്കിയിട്ട് ഓരോ ഗോളാക്കിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതിനു വേണ്ടി പ്രയത്നിക്കുക. എന്നാലേ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവുള്ളൂ. ഇനി 6th പോയിന്റ് എന്താണ്? റിലാക്സ് യുവർ മൈൻഡ്, പീസ്ഫുൾ ആക്കുക. ഇപ്പം നിങ്ങൾ കുറേ ഡ്രസ്സ് അഴുക്കായിട്ട് അവിടെ കൂട്ടിയിട്ടു, കഴുകിയില്ല, അപ്പോൾ ഒരു സ്മെല്ല് വരില്ലേ? നിങ്ങളത് കഴുകി വൃത്തിയാക്കിയത് നിങ്ങൾ വിയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും നിങ്ങളെ നോക്കുമല്ലേ? അപ്പോൾ അങ്ങനെയാണ്, അഴുക്കില്ലാതെ ക്ലിയർ ആയിട്ടുള്ള ആൾക്കാരെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുക. അപ്പോൾ അഴുക്ക് മനസ്സിനെ നിങ്ങൾ കഴുകിക്കളഞ്ഞിട്ട് നിങ്ങൾ മനസ്സിനെ നല്ല ശുദ്ധമായിട്ടുള്ള, ക്ലാരിറ്റി ഉള്ള, നല്ല വൃത്തിയുള്ള ഒരു മനസ്സാക്കി മാറ്റുക. അഴുക്ക് ചിന്തകൾ നമ്മുടെ മനസ്സിന് കൊടുക്കാതിരിക്കുക. നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിന് നട്ടുപോകുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. നമ്മൾ നമ്മുടെ മൈൻഡിന് ഹാപ്പിനെസ് കൊടുത്താൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നമ്മൾ സാഡായിട്ട് കൊടുത്താൽ നമ്മൾ സാഡായിട്ടായിരിക്കും നമ്മുടെ ലൈഫ് പോവുക. അപ്പോൾ നമ്മൾ അതുപോലെ നമ്മൾ പ്രയത്നിക്കുക. ഇനി 7th പോയിന്റ് ഗുഡ് ടീം വർക്ക് ഓർ വർക്ക് എലോൺ ആണ്. അതെന്താണ്? നമ്മൾ ഇപ്പോൾ PSCക്ക് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ഫ്രണ്ട്സിനെ കണ്ടെത്തിയിട്ട് അവരുമായിട്ട് കമ്പയർ സ്റ്റഡീസ് നടത്തുക. അപ്പോൾ നമുക്കും കിട്ടും, അവർക്കും കിട്ടും. അതുപോലെ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ നല്ല ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. അപ്പോൾ അവരും നമ്മളെ കൂടെ നിൽക്കുകയാണെങ്കിൽ മാത്രം. ആ സമയം എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ അവരെ നെഗ്ലക്റ്റ് ചെയ്യുക. അവരെ ഇന്ന് തന്നെ നിങ്ങളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന നെഗറ്റീവ് പീപ്പിൾസിനെ നിങ്ങളുടെ ലൈഫിൽ വെക്കാതിരിക്കുക. എന്നാലേ നമ്മൾ ലൈഫിൽ സക്സസ് ആവുള്ളൂ. അത് ഒരു കാര്യം. ഇനി നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒന്നും വേണ്ട, ആരും വേണ്ട, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യണം, എന്നാലേ നിങ്ങൾ ലൈഫിൽ രക്ഷപ്പെടൂ എന്നുണ്ടെങ്കിൽ വർക്ക് എലോൺ, നിങ്ങൾ ഒറ്റയ്ക്ക് പ്രയത്നിക്കുക. അതാണ് 7th പോയിന്റ്. 8th പോയിന്റ് എന്ന് പറഞ്ഞാൽ ടേക്ക് റെസ്പോൺസിബിൾ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്തമുള്ള വ്യക്തികളെ ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ. ഉത്തരവാദിത്തത്തോടു കൂടിയിട്ടേ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർ അമ്മയാകുന്നു,
പെങ്ങളാകുന്നു, അമ്മമ്മയാകുന്നു, അതിനൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങൾ. ജെൻസ് ആണെങ്കിൽ ഫാമിലി നോക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണം, മക്കളെ കാര്യങ്ങൾ നോക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. ബ്രദർ ആണെങ്കിൽ ബ്രദറിൻ്റെ റെസ്പോൺസിബിലിറ്റി ബ്രദർ ചെയ്യണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ലൈഫിൽ റെസ്പോൺസിബിൾ ആയിരിക്കുക. ഇനി 9th പോയിന്റ്, ഡോണ്ട് ടെൽ അവർ പേഴ്സണൽ പ്രോബ്ലംസ് ടു അതേഴ്സ്. നമ്മുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഒരിക്കലും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ പ്രോബ്ലംസ് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിലാക്സേഷൻ കിട്ടുമായിരിക്കും. കാരണം എൻ്റെ ആ ഡിസ്ട്രാക്ഷൻ ഒഴിഞ്ഞു, ആ ഇൻട്രപ്ഷൻ ഒഴിഞ്ഞു കിട്ടിയിട്ടോ, അവർക്ക് എനിക്ക് സമാധാനമായി എന്ന് വെച്ചിട്ട് നമ്മൾ പറയും. പക്ഷേ നമ്മളങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലായിരിക്കും അവളെ അപ്പോഴും അങ്ങനെ തന്നെയാണ്, അവൾ അങ്ങനെയാണ്, അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന രീതിയിൽ നമ്മളെ പറ്റി മറ്റുള്ളവരോട് പറയുക. അപ്പം നമ്മൾ സ്വയം ഒരു ജോക്കറായിട്ട് മാറാതിരിക്കുക. ഇനി നിങ്ങൾക്ക് അത്രയും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത്രയും അടുപ്പുള്ള 1 or 2 വ്യക്തികളോട്, ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മളുടെ മദറോ ഫാദറോ ആയിക്കോട്ടെ, ബ്രദറോ, അത്രയും വേണ്ടപ്പെട്ടവരോട് മാത്രമേ ഷെയർ ചെയ്യുക. എല്ലാവരോടും നമ്മളുടെ കാര്യങ്ങൾ തുറന്നൊരു പുസ്തകം ആവാതിരിക്കുക. തുറന്ന പുസ്തകം ഒരിക്കലും നമ്മൾ ആവരുത്. അതാണ് 9th പോയിന്റ്. 10th പോയിന്റ് എന്ന് പറയുന്നത്, ഡോണ്ട് ടെൽ അവർ സക്സസ് സ്റ്റോറീസ് ടു അതേഴ്സ്. നമ്മുടെ സക്സസ് സീക്രട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്കൊരു ബിസിനസ്, ഒരു ടീ ഷോപ്പോ ഹോട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെയർ ഓയിലിൻ്റെ ഒരു ഓൺടർപ്രണർ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരോട് പറഞ്ഞാൽ, നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, അപ്പത്തിന് നമ്മൾ ഒരാളോട് പറയുകയാണ് ഞാനത് തുടങ്ങാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ, അത് തുടങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ, അങ്ങനത്തെ കുറേ ഷോപ്പ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താവും, നമുക്ക് അവിടെ ഒരു നെഗറ്റീവ് വന്നില്ലേ, അപ്പം നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവും, ഇൻട്രപ്ഷൻ വരും, അപ്പം നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മൾ വിജയിച്ചതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ലൈഫിൽ ഒരുപാട് ഉയരങ്ങളിലെത്തും, ഒരുപാട് സക്സസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ഇത് നമ്മളൊരു 21 ദിവസം നമ്മുടെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കുക നിങ്ങളുടെ ലൈഫ് എങ്ങനെ മാറിയെന്ന്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.